നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വൈകല്യങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, പരിക്കുകൾ എന്നിവയുള്ള വ്യക്തികളിൽ ടെക്നിക്കുകളും വ്യായാമങ്ങളും ഉപയോഗിക്കുന്ന ഒരു മെഡിക്കൽ മേഖലയാണ് ഓർത്തോപീഡിക്സ് ഫിസിയോതെറാപ്പി. ഈ തെറാപ്പി രീതി രോഗികളുടെ ചലനശേഷി മെച്ചപ്പെടുത്തുകയും വേദന ലഘൂകരിക്കുകയും പ്രവർത്തനക്ഷമത പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഹലോ ഡോക്ടറിൽ ചർച്ച ചെയ്യുന്നത് ഓർത്തോപീഡിക് ഫിസിയോതെറാപ്പിയെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ് ഡോക്ടർ ഫെബി ചെറി ഈ തത്സമയം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, നമ്മൾ ഈ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുന്നുണ്ട്, ഡോക്ടർ നിർദ്ദേശിക്കുമ്പോൾ അത് ആശുപത്രിയിൽ പോയി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് ഫിസിയോതെറാപ്പി എന്ന് പലർക്കും വ്യക്തമായിട്ട് അറിയില്ല. എന്താണ് ഓർത്തോപീഡിക്സ് ഫിസിയോതെറാപ്പിയുടെ ഒരു പ്രാധാന്യം എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? ഓർത്തോപീഡിക്സും ഫിസിയോതെറാപ്പിയുടെ റിലേഷൻഷിപ്പ് വളരെ ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പാണ്. വൺ കനോട്ട് സർവൈവ് വിതൗട്ട് ദി അതർ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഓർത്തോപീഡിക് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റ് സർജറിയുടെ റീഹാബിലിറ്റേഷനും സ്ട്രെങ്തനിങ് പ്രോസസ്സാണ് ഫിസിയോതെറാപ്പിയുടെ മെയിൻ ടോപ്പിക് അതിൽ വരുന്നത്. ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രം നമ്മുടെ സ്ട്രെങ്ത്തും മസിലിന്റെ ടോണും നമ്മുടെ ഫങ്ഷൻ എല്ലാം തിരിച്ച് നേടിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പം സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ആ സർജറിയുടെ ഒരു ഫുൾ സക്സസ്ഫുൾ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിലോട്ട് ജോയിൻ ചെയ്യണം. അതാണ് ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് ഇൻ ഓർത്തോപെഡിക്സ്. ഈ ഫിസിയോതെറാപ്പിയെ പറ്റി പറയുമ്പോഴൊക്കെ സാർക്കോപേനിയ എന്നൊരു വാക്കുകൂടി കേൾക്കാറുണ്ട്. എന്താണ് സാർക്കോപേനിയ എന്ന് കൂടി സംസാരിക്കാമോ ഡോക്ടർ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. സാർക്കോപീനിയ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ പ്രോവേർബ്. അതിന്റെ ലിറ്ററൽ അർത്ഥം എന്ന് വെച്ചാൽ സ്റ്റാർവേഷൻ ഓഫ് ദ മസിൽസ് എന്ന് വെച്ചാൽ നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ച് എല്ലാ 10 വർഷം എല്ലാ ഡെക്കേഡിലും നമ്മളിപ്പോ എക്സസൈസ് ഒന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ മസിലിന്റെ ടോണും ബൾക്കും ഒരു 10 to 12% നമ്മൾ നഷ്ടപ്പെടും. സോ അതൊരു 40-50 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അതിന്റെ ഉള്ള ശരിക്കുള്ള വീക്ക്നെസ്സും അതിന്റെ എഫക്റ്റ് ഒക്കെ നമ്മുടെ ബോഡിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആ സാർക്കോപീനിയയുടെ എഫക്ട്സ് മാറ്റി എടുക്കണമെങ്കിൽ നമ്മളൊരു ഡെയിലി ഹെൽത്തി ലിവിങ് ലൈഫ് സ്റ്റൈൽ വേണം. എന്ന് വെച്ചാൽ ഗുഡ് എക്സസൈസ്, നല്ല ഫുഡ് കഴിക്കണം, ഹെൽത്തി ഫുഡ് ആൻഡ് ഓൾസോ പ്രോപ്പർ സ്ലീപ്പ് പാറ്റേൺ വേണം. സാർക്കോപീനിയ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരു വളരെ ഏർലി ഏജ് മുതൽ കാണാൻ പറ്റുന്നുണ്ട്. നോ ലോങ്ങർ ഓൾഡ് ഏജ് ആയിട്ട് മാത്രം ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ അല്ല. 20 years old, 30 years old നമ്മൾ ഒബീസും ഭയങ്കര ഫാറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മളുടെ മസിലിന്റെ ടോണും ക്വാളിറ്റിയും ഒക്കെ വളരെ മോശമാണ്. മസിൽ ടോണും ക്വാളിറ്റി മോശമാകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വീക്ക്നെസ് വരും. വീക്ക്നെസ് വരുമ്പോഴത്തേക്ക് നമുക്ക് നിന്ന് നടക്കാനുള്ള ബാലൻസ് ഒക്കെ തെറ്റിപ്പോകും. സോ സാർക്കോപീനിയ ഇന്നത്തെ കാലത്ത് വളരെ ഒരു ഇമ്പോർട്ടന്റ് രീതിയിൽ നമ്മൾ അതിനെ ടാക്കിൾ ചെയ്തെടുക്കണം. ഇപ്പോൾ ഈ ഫിസിയോതെറാപ്പി പറ്റിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ വായിക്കുമ്പോൾ ഒരുപാട് തവണ കണ്ടൊരു വാക്കാണ് ഈ സ്ട്രെങ്തനിങ് ആൻഡ് പ്രിഹാബ് എന്നത്. എന്താണ് ഡോക്ടർ സ്ട്രെങ്തനിങ് ആൻഡ് പ്രിഹാബ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ റീഹാബിലിറ്റേഷൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ബിഫോർ സർജറി ഓർ നിങ്ങൾക്കൊരു ഇഞ്ചുറി ഉണ്ടാവുന്നതിന് മുന്നേ നമ്മുടെ ബോഡീനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരുന്ന ഉള്ള കണ്ടീഷനാണ് പ്രീ റീഹാബിലിറ്റേഷൻ. സോ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മളൊരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു സർജറി ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണം വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്തെടുക്കണം. ഡോണ്ട് വെയിറ്റ് ഫോർ ദ ഇഞ്ചുറി ടു ഒക്കർ. നമ്മുടെ ബോഡി സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവന്നാൽ പിന്നെ ആ ഇഞ്ചുറിക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്ത് കളയാം. ഇൻ ഷോർട്ട് അതൊരു പ്രിവെന്റീവ് മെഡിസിന്റെ ഒരു ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്, വിച്ച് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് പറയുന്ന ആ സേയിങ് ഇതിൽ അതിന്റെ വെയിറ്റേജ് വരുന്നത്. ജിമ്മിൽ പോകുന്ന അല്ലെങ്കിൽ യോഗ, റണ്ണിങ്, ഓൾ ദീസ് കം അണ്ടർ പ്രീ സ്ട്രെങ്തനിങ് കണ്ടീഷൻസ്. അപ്പൊ പ്രീ റീഹാബിലിറ്റേഷൻ ഇപ്പം നിങ്ങൾക്കൊരു സർജറി പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് ACL ടയർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കി കഴിയുമ്പം ഒരു കാലും മറ്റേ കാലിന്റെ തൊടയുടെ വണ്ണം ഒക്കെ നോക്കുമ്പം ഇഞ്ചേർഡ് ആയ കാലിന്റെ ആ തൊടയുടെ വണ്ണം കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ആ കാലിലൊരു മസിൽ വീക്ക്നെസ്സും മസിൽ ലോസ് വന്നിട്ടുണ്ട്. അപ്പൊ സർജറി ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ റീഹാബിലിറ്റേറ്റീവ് എക്സസൈസസ് ചെയ്താൽ നിങ്ങളുടെ റിസൾട്ട്സ് പോസ്റ്റ് സർജറി, നിങ്ങളുടെ ഔട്ട്കംസ് വളരെ ബെറ്റർ ആയിരിക്കും. ഡോക്ടർ, അതുപോലെ ഈ പരിക്ക് പറ്റിയ ഒരു രോഗിക്ക് സർജറിക്ക് ശേഷമാണോ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ സർജറി ചെയ്യാൻ തീരുമാനിക്കുന്നതിനൊക്കെ മുൻപേ തന്നെ ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യൂ?
രണ്ട് രീതിയിലും ചെയ്യാം. ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു സർജറിക്ക് ക്ലാസിഫൈഡ് ആയിട്ട് ഒരു പേഷ്യന്റ്, ഇത് നമ്മൾ ട്രോമനെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പം ഒരു ഇഞ്ചുറി വരുമ്പോഴത്തേക്ക് രണ്ട് രീതിയുണ്ട്. ഒന്ന് ട്രോമ, ആക്സിഡന്റ്, ഫോൾ, ആ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു പരിക്ക് പറ്റി, ലൈക്ക് ഫ്രാക്ചർ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ ഒരു റോൾ ഇല്ല, കാരണം ഇമ്മീഡിയറ്റ്ലി സർജറി ചെയ്യണം. പക്ഷെ ഇപ്പൊ ഒരു എലക്ടീവ് സർജറി ലൈക്ക് നീ റീപ്ലേസ്മെന്റ്, അല്ലെങ്കിൽ ഷോൾഡറിന്റെ റൊട്ടേറ്റർ കഫ് റിപ്പയർ, ഷോൾഡർ റീപ്ലേസ്മെന്റ്, മുട്ടിൽ എഗെയിൻ നമ്മുടെ ACL ടയറോ മെനിസ്കൽ ടയറോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എലക്ടീവ് സർജറീസ് ആ പറയുന്നത്. സോ എലക്ടീവ് സർജറീസിൽ നമുക്ക് റീഹാബിലിറ്റേറ്റീവ് ബിഫോർ സർജറിയിൽ മുതൽ തന്നെ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് നല്ലൊരു റോൾ ഉണ്ട്. ഈ ഒരു റൂട്ടിൽ നമ്മൾ മുന്നോട്ട് പോയാൽ പിന്നെ പോസ്റ്റ് സർജറി അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി നമ്മുടെ സക്സസ്, റിസൾട്ട് ഓഫ് സക്സസ് ഇംപ്രൂവ്സ് ട്രെമെൻഡസ്ലി. ഡോക്ടർ, അതുപോലെ ഒരാൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അയാൾക്ക് ഒരുപക്ഷെ സർജറി കഴിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ പരിക്ക് പറ്റി അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരാളായിരിക്കില്ല ചിലപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സാഹചര്യത്തിൽ. ഈ ഫിസിയോതെറാപ്പി ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് ചെയ്യുന്നൊരു സമയത്ത് ഇയാൾ ആരോഗ്യപരമായിട്ടിരിക്കാൻ, ഹെൽത്തി ആയിട്ടിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഡോക്ടർ? ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള ചില കാര്യങ്ങളിലോട്ട് ശ്രദ്ധ എന്താ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്പർ 1, ന്യൂട്രീഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഹൈ പ്രോട്ടീൻ ഫുഡ്സ്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള കണ്ടന്റ് കുറയ്ക്കുക. എന്ന് വെച്ചാൽ റൈസ്, ചപ്പാത്തി, പുട്ട്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ 0 ആക്കണമെന്നല്ല, പക്ഷെ അത് മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ പ്രോട്ടീൻ ഫുഡ്സിലോട്ട് ഉള്ള ശ്രദ്ധ കൊടുക്കണം. നോൺ വെജ് ഐറ്റംസിൽ പ്രോട്ടീൻ ഫുഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിക്കൻ, ബീഫ്, എഗ്. അതേ നേരത്തെ വെജിറ്റേറിയൻ ഫുഡ്സ് ഒക്കെ ആണെങ്കിൽ ദാൽ, സോയ, ഇതൊക്കെ വളരെ ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ആണ്. വൈ ഇസ് പ്രോട്ടീൻ ഇമ്പോർട്ടൻറ്റ്? പ്രോട്ടീൻ നമ്മുടെ ബോഡിയിലെ ഒരു മസിൽ ബിൽഡിംഗ് ബ്ലോക്കിന്റെ ഒരു ഭാഗമായിട്ട് വരും. അപ്പൊ നമ്മൾ എക്സസൈസ്, റീഹാബിലിറ്റേഷൻ, മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുമ്പം അതിനെ സഹായിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഫ്യൂൾ നമുക്ക് വേണം. ആ ഫ്യൂൾ ആണ് പ്രോട്ടീൻ. സോ നമ്പർ 1, ടേക്ക് കെയർ ഓഫ് യുവർ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ വളരെ നല്ല രീതിയിൽ, നല്ല ഹെൽത്തി രീതിയിൽ വേണം കുക്ക് ചെയ്യാൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കര എണ്ണയിലും ബട്ടറിലും ഭയങ്കര ഹെവി ഓയിലിലൊക്കെ കഴിച്ചാൽ പിന്നെ അതൊരു വേസ്റ്റ് ആയി മാറി ഒരു ജങ്ക് ഫുഡ് സെഗ്മെന്റിലോട്ട് മാറുന്നുണ്ട്. വളരെ ചുരുക്കം ഓയിലിൽ, ലിമിറ്റഡ് കണ്ടന്റ്, പക്ഷെ പ്രോപ്പർ ന്യൂട്രീഷൻ രീതിയിൽ മുന്നോട്ട് പോകണം. സോ നമ്പർ 1, ന്യൂട്രീഷൻ. നമ്പർ 2, നമ്മുടെ സ്ലീപ്പ്. നിങ്ങളുടെ ഉറക്കം ശരിയല്ലെങ്കിൽ എല്ലാ സിസ്റ്റംസിലും ഇത് ഒരു ബുദ്ധിമുട്ടായി മാറും. പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് പ്രോപ്പർ ന്യൂട്രീഷന്റെ ഒരു റിക്വയർമെന്റ് ഉണ്ട് നമ്മുടെ ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ. വെരി ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 6 to 8 hours സ്ലീപ്പാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിക്ക് റിപ്പയർ പ്രോസസ് നന്നായിട്ട് മുന്നോട്ട് നീങ്ങാൻ. ലാസ്റ്റ്ലി, ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ടേഷൻസ് ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയുടെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം, നമ്മുടെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അതിനായിട്ടുള്ള ഒരു ടൈം ഫ്രെയിം കൊടുക്കണം. നമുക്ക് ഒരു മിറാക്കുലസ് റിക്കവറി വിത്തിൻ 1 week or 2 weeks ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ആ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ടൈം ഫ്രെയിം അറ്റ് ദ വെരി ലീസ്റ്റ് 4 to 8 weeks ടൈം നല്ല റെഗുലർ ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു സയൻസ് ആണ്, നോ മാജിക് ഇൻ ദിസ്. നിങ്ങളുടെ ബോഡീനെ സ്പീഡപ്പ് ചെയ്യാനും ആക്സലറേറ്റ് ചെയ്യാനും അങ്ങനെ ഒരു മാജിക് പില്ലോ യന്ത്രം ഒന്നുമില്ല. നമ്മൾ എത്രയോ ഹാർഡ് വർക്കും എത്രയോ ഡെഡിക്കേഷൻ ഇതിന് കൊടുക്കുന്നോ നമ്മുടെ ബോഡി അതുപോലെ റെസ്പോണ്ട് ചെയ്യും, ആൻഡ് യു വിൽ സീ ദ റിസൾട്ട്. ഡോക്ടർ, ഈ പരിക്കുകളെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റ് ഓർത്തോപീഡിക് പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറയുമ്പോൾ എപ്പോഴും കേൾക്കാറുണ്ട് മെനിസ്കൽ ടിയേഴ്സ് അല്ലെങ്കിൽ ACL ടിയേഴ്സ് എന്നൊക്കെ. എന്താണ് ഡോക്ടർ മെനിസ്കൽ ടിയേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതുപോലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ, ഈ മെനിസ്കൽ ടിയേഴ്സ് അല്ലെങ്കിൽ ACL ടിയേഴ്സ് ഒക്കെ ഫിസിയോതെറാപ്പി കൊണ്ട് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുമോ? അപ്പൊ ഇതൊരു ഗ്രേ ഏരിയ ആണ്, പ്രത്യേകിച്ച് ACL ടയർസിനെ കുറിച്ച് പറയുന്നത്. ACLന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ആന്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെന്റ്. ഈ ലിഗമെന്റ് നമ്മുടെ മുട്ടിന്റെ ഒരു ലിഗമെന്റ് ആണ്. അതിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുട്ട് മുന്നോട്ട് ഇളകി പോവാതിരിക്കാനായിട്ടുള്ള ഒരു റിസ്ട്രെയിന്റ് ആ ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിലൊരു ടയർ വരുമ്പം നമ്മുടെ മുട്ട് അബ്നോർമൽ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ACL ടയർസിന് എന്തിനാ സർജറി പറയുന്നതെന്ന് വെച്ചാൽ, സർജറി എപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇഫ് ACL ടയറിന്റെ കൂടെ ഒരു മെനിസ്കൽ ടയറും കൂടെ ഉണ്ടെങ്കിൽ then definitely you have to go for a keyhole surgery. അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണം. ഇപ്പൊ മെനിസ്കൽ ടയർ ഇല്ലെന്ന് വെച്ചോ,
വെറും ഒരു ACL ടയർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ നടക്കുന്ന അല്ലെങ്കിൽ സ്ലോ റണ്ണിങ്ങിൽ ചെയ്യുമ്പോൾ മുട്ടിനൊരു ഇൻസ്റ്റെബിലിറ്റി തോന്നുന്നുണ്ട്. ഒരു ഇൻസ്റ്റെബിലിറ്റി വരുന്നുണ്ടെങ്കിൽ ദെൻ യു ആർ എ കാൻഡിഡേറ്റ് ഫോർ ആർത്രോസ്കോപ്പിക് സർജറി. ഇപ്പൊ ഈ രണ്ട് കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ നീ വിത്ത് ആൻ ACL ടയർ, പക്ഷെ മെനിസ്കസ് ടയർ ഒന്നും ഇല്ല, സ്റ്റേബിൾ ആണെങ്കിൽ ദെൻ യു ആർ എ കാൻഡിഡേറ്റ് ഫോർ ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷൻ. ഫിസിയോതെറാപ്പി റീഹാബിലിറ്റേഷനിൽ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ തൊടയുടെ മസിൽ, അതിന് ക്വാഡ്രിസെപ്സ് എന്നാ പറയുന്നത്. ഫ്രണ്ട് ഓഫ് ദ തൈയുടെ മസിലിന് ക്വാഡ്രിസെപ്സ്, ബാക്ക് ഓഫ് ദ തൈന് ഹാംസ്ട്രിങ് എന്നാ പറയുന്നത്. ഈ ക്വാഡ്രിസെപ്സ് മസിലും ഹാംസ്ട്രിങ് മസിൽസിനെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവരണം. കാരണം അത് ആ മുട്ടിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ ഉള്ള സഹായിക്കും. സോ ഫിസിയോതെറാപ്പി പ്ലേസ് എ റോൾ ഇൻ ACL rehabilitation without surgery when the knee is stable or without a meniscal tear. Meniscal tear എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ, വാട്ട് ഇസ് എ മെനിസ്കസ്? മെനിസ്കസ് നമ്മുടെ മുട്ടിനകത്തുള്ള ഷോക്ക് അബ്സോർബറാണ്. കാറും ബൈക്കിലൊക്കെ ഉള്ള പോലെ ഒരു ഓർഗാനിക് ഷോക്ക് അബ്സോർബറാണ് നമ്മുടെ മുട്ടിലുള്ളത്. അതിൽ പല രീതിയിലും ടയർ വരാൻ പറ്റും. യൂഷ്വലി വിത്ത് എ ഫോൾ, കളിക്കുമ്പം, ആൻഡ് ഇൻ സം കേസസ് ഡീജനറേറ്റഡ് ടയർ എന്ന് പറയും. നിങ്ങളുടെ ഏജ് അനുസരിച്ചിട്ട് അത് വെയർ ഔട്ട് ചെയ്ത് പോയിട്ട് വരുന്നുള്ള ടയറാണ്. ഈ ടയറും വളരെ മൈനർ ടയർസ് ഒക്കെ ചില സംഭവത്തിൽ നമുക്ക് കൺസർവേറ്റീവ് വിതൗട്ട് സർജറിയും കൊണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിയിൽ അത് സക്സസ്ഫുള്ളി ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊക്കെ ഒരു ട്രൈ ആൻഡ് സി അപ്രോച്ചാണ്. കുറെ പേഷ്യൻസ്, ഒരു പെർസെൻറ്റേജ് പറയാൻ പറ്റത്തില്ല, പക്ഷെ കുറെ പേഷ്യൻസ് വിതൗട്ട് സർജറി അത് ബെനിഫിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അറ്റ് എനി ടൈം ഇഫ് ഇറ്റ് ഡസന്റ് ബെനിഫിറ്റ്, പിന്നെ നമുക്ക് അതൊരു സർജിക്കൽ ഔട്ട്കമിലോട്ട് പോയിട്ട് അത് സർജിക്കലി തന്നെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഡോക്ടർ, എപ്പോഴാണ് ഒരു സർജറി വേണമെന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴാണ് ഡോക്ടർ? അതുപോലെ ഇത് ഫിസിയോതെറാപ്പി ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത് എപ്പോഴാണ്? അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. എപ്പോഴാ ഫിസിയോതെറാപ്പി ചെയ്യേണ്ടത്, പിന്നെ എപ്പോഴാ സർജറിയുടെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നത് അല്ലേ? ഇത് വളരെ ഒരു വൈഡ് ടോപ്പിക്കാണ്. കാരണം നമ്മുടെ ഹോൾ ബോഡിയിൽ ഡിഫറെന്റ് ഏരിയാസിലാണ് നമ്മളിപ്പോ സംസാരിക്കുന്നത്. ഒരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ നടുവിന്റെ കാര്യത്തിൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്കിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ആ ഒരു സബ്ജക്ട് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് വെൻ ടു ഗോ ഫോർ സർജറി ആൻഡ് വെൻ ടു ഗോ ഫോർ ഫിസിയോതെറാപ്പി. ഡിസ്കിന്റെ പ്രോബ്ലം വരുമ്പോഴത്തേക്കും ഒരു വളരെ ചെറിയ ഏരിയ ഉണ്ട്. ആ ഡിസ്ക് വെളിയിലോട്ട് തള്ളി വരുമ്പം ആ ഒരു കനാലിനകത്തായി ഡിസ്ക് ഇരിക്കുന്നത്. ആ കനാൽ കംപ്ലീറ്റ്ലി കവറായി വരുമ്പോഴത്തേക്ക് ആ ഏരിയയിലുള്ള പ്രഷർ വല്ലാതെ കൂടും. പ്രഷറിനോണ്ടുള്ള ഇൻവോൾവ്മെന്റ്, ഡിസ്ക് ഡയറക്ട്ലി നെർവിനെ ടച്ച് ചെയ്യുന്നു, ഡിസ്ക് ഡയറക്ട്ലി സ്പൈനൽ കോർഡിനോട്ട് തൊട്ട് അതിന്റെ പ്രഷർ കൂട്ടുന്നുണ്ട്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ കാലിലോട്ടോ കയ്യിലോട്ടൊക്കെ വീക്ക്നെസ് വരുന്നുണ്ട്, വല്ലാണ്ട് തരിപ്പ് വരുന്നുണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് പെയിൻ, ഭയങ്കര അൺബെയറബിൾ പെയിൻ. ഇതിൽ ഏതെങ്കിലും ഒരു റെഡ് ഫ്ലാഗ് ഉണ്ടെങ്കിൽ then you are a candidate to go for surgery. പക്ഷെ പെയിൻ മാത്രമുണ്ട്, നിങ്ങൾക്ക് മസിലില് വീക്ക്നെസ് ഇല്ല, തരിപ്പും മരുവൊക്കെ ഒരു മിനിമൽ ഓർ 0 ലെവലിലൊക്കെ ആണെങ്കിൽ then there is a good chance that you can improve with physiotherapy. അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ജോയിന്റ്സും ഏരിയാസ് ഓഫ് ദ ബോഡിയിൽ അത് എക്സാമിൻ ചെയ്തിട്ട് പേഷ്യന്റിന്റെ കംപ്ലൈൻസും പേഷ്യന്റിന് എങ്ങനത്തെ സൈൻസും വീക്ക്നെസ് എക്സിബിറ്റ് ചെയ്യുന്ന അതനുസരിച്ചിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്, ഡു വി മൂവ് ഫോർ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഡു വി ഗോ അഹെഡ് ഫോർ സർജറി. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. താങ്ക് യു വെരി മച്ച്. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.